ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ സൈറ്റിലെ ലാസ്റ്റത്തെ സീലിങ്ങിൻ്റെ വർക്കാണ് കേട്ടോ. കാരണം ഈ ഒരു ഹോളും ഉണ്ട്, ഒരു ബാത്റൂമും, ഒരു സിറ്റ് ഔട്ടും. ഈ ഒരു സിറ്റ് ഔട്ടും പിന്നെ ഈ ഒരു ഹോളും ഒരു ബാത്റൂമിൻ്റെ തട്ടും. അതാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ദിവസം കൊണ്ട് പ്ലാസ്റ്റർ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ തട്ടിലൊക്കെ നല്ല പൊടിയുള്ളതുകൊണ്ട് തലേ ദിവസം വെള്ളം അടിച്ച് നല്ല നനച്ചിട്ടിട്ടാണ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി ഗ്രൗട്ട് അടിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ 1-2 വീഡിയോയിൽ കുറച്ച് ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്താണ് നേട്ടം, എന്താണ് ഉപയോഗം, ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉപയോഗം എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം എൻ്റെ അഭിപ്രായം ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ല ഉപയോഗം ഒരുപാടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ ഈ ഒരു സൈറ്റിൽ ഞാൻ ഒരു മേസ്ത്രിയാണ് നിൽക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു 4-5 സൈറ്റ് അർജൻറ്റ് വർക്കുകൾ നടക്കുക. അപ്പോൾ പല ആൾക്കാരും പല സൈറ്റിലോട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പം ഞാൻ മാത്രമാണ് നിൽക്കുന്നത്. കാരണം നമുക്ക് ഈ ഒരു ഹോളും ആ ഒരു ബാത്റൂമും സിറ്റൗട്ടും കൂടി ആകുമ്പോൾ നമുക്ക് ഏകദേശം അകത്തെ പ്ലാസ്റ്ററിങ്ങിൻ്റെ കംപ്ലീറ്റ് വർക്കും ഫിനിഷിങ് ആകും. മുകളിലത്തെ കംപ്ലീറ്റും തീർന്നു. അപ്പോൾ ഇത് താഴെയാണ്. അപ്പോൾ ഇവിടെ ഹോളിൽ നമ്മൾ തട്ടടിച്ച്, അതുപോലെ തന്നെ സിറ്റ് ഔട്ടിലും തട്ടടിച്ച്, ബാത്റൂമിൻ്റെ തട്ടും ഒരു ദിവസം കൊണ്ട് നമ്മൾ ഈ 3 തട്ടും അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസം വരുമ്പോൾ വർക്ക് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഭിത്തി പ്ലാസ്റ്ററിങ് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. നമ്മൾ ഒരു മേസ്തിരിയിൽ നിന്ന് ഒരു തട്ട് ചെയ്യുന്നതും പിന്നെ അന്ന് തന്നെ അതിൻ്റെ ഭിത്തിയും തേക്കുമ്പോൾ നമ്മളെ ശരീരം ബോഡി എത്രത്തോളം സ്ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അടുത്ത ദിവസം വർക്ക് ചെയ്യുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ചില ആൾക്കാർ വന്നിട്ടുണ്ട്, എൻ്റെ വർക്ക് ഉടായിപ്പാണ്. ഞാൻ ഒരു കാര്യം കൂടി പറയാം, പണി ഫിനിഷിങ് പോരാ. അവർക്കുള്ളൊരു മറുപടിയാണ് കേട്ടോ. നമ്മൾ ഒരു വർക്കും കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് തീർക്കത്തില്ല ആരും. ആര് ചെയ്താലും ചെറിയ ചെറിയ കുറ്റങ്ങൾ വരും. അത് ഈ കൺസ്ട്രക്ഷൻ വർക്കിൽ അങ്ങനെയാണ്. ഇനി എത്ര പണി അറിയാമെന്നുള്ള ആൾക്കാർ ചെയ്താലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരും. പിന്നെ നമ്മളെ വർക്ക് വളരെ മോശമാണ്, ഉടായ്പാണ് എന്നുണ്ടെങ്കിൽ, കാരണം ഈ ഒരു സൈറ്റിൽ ഞങ്ങൾ ചെയ്യുന്നത് ശമ്പളത്തിനാണ് ചെയ്യുന്നത്, ഡെയിലി കൂലിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ ഓണർ ഒരു പെയിൻറ്ററാണ്, പുള്ളിക്കാരൻ നല്ലൊരു പെയിൻറ്ററാണ്. അപ്പോൾ നമ്മുടെ വർക്ക് വൃത്തിയില്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനിഷിങ്ങിന് കുഴപ്പം, നല്ല ഫിനിഷിങ് മോശമാണെങ്കിലോ ടൈപ്പാണെങ്കിലോ ഒരിക്കലും അവർ നമ്മളെ വർക്ക് പിന്നെ രണ്ടാമത് ചെയ്യിപ്പിക്കില്ല. കാരണം തലയിൽ എത്ര ഒരാൾ താമസമുള്ള ഒരാൾ, അവർ പൈസ മുടക്കുന്നവരാണ്. അപ്പോൾ പൈസ മുടക്കുന്നവർ ആൾക്കാരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുമ്പോൾ അവരുടെ വർക്കിന് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ ഒഴിവാക്കിയിട്ട് അടുത്ത വേറെ ആൾക്കാരെ വിളിക്കുകയുള്ളൂ. അതിപ്പോൾ ഞാനായിരുന്നാലും ഈ കമൻ്റ് ഇട്ട ആൾക്കാരായിരുന്നാലും അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു ദിവസം വർക്ക് ചെയ്ത അടുത്ത ദിവസം ഞാൻ തന്നെയാണ് വരുന്നത്, ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഇന്നവരെ നമ്മളെ വർക്ക് മോശമാണെന്ന് ക്ലയൻറ്റിനും തോന്നിയിട്ടില്ല, വർക്ക് കാണുന്നവർക്കും തോന്നിയിട്ടില്ല. പിന്നെ ഈ വീഡിയോ എടുക്കുമ്പോൾ ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് പോപ്പുലറായിട്ട് ക്യാമറയിലല്ല എടുക്കുന്നത്. രണ്ടാമത് ഒരാളെ കയ്യിൽ കൊടുത്തല്ല ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഞാൻ ഓരോ വർക്ക് ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ മൊബൈൽ, ഒരു പൊട്ടിയ സ്റ്റാൻഡുണ്ട് സെൽഫി സ്റ്റിക്ക്, ആ സെൽഫി സ്റ്റിക്കിൽ ഞാൻ മൊബൈൽ കണക്ട് ചെയ്താണ് ഞാൻ ഓരോ വീഡിയോ, ഞാൻ പ്ലാസ്റ്ററിങ് ചെയ്യുന്ന ആ ഒരു പോർഷനിലോട്ട് ഓട്ടോമാറ്റിക് സൂമിങ് ഉള്ളതുകൊണ്ട് അത് ഓട്ടോമാറ്റിക് സൂമിങ് ആവും. അപ്പോൾ ഓരോ രീതിയിലും ഞാൻ ക്യാമറ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ വീഡിയോ ഓണാക്കിയിട്ടാണ് ഞാൻ ഓരോ വർക്ക് ചെയ്യുന്ന വീഡിയോ ഇടുന്നത്. അപ്പോൾ ഞാൻ അത്രത്തോളം കഷ്ടപ്പെട്ട് അത്രത്തോളം സ്ട്രെയിൻ ചെയ്താണ് ഞാൻ ഓരോ വീഡിയോയും എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത്. അതായത് ഞാനിടുന്ന വീഡിയോ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ കാണും അതിൽ. അപ്പോൾ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ അത്രയും സന്തോഷമല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്രയും സ്ട്രെയിൻ ചെയ്ത് അത്രയും കഷ്ടപ്പെട്ട് ഓരോ വീഡിയോയും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ആ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയുന്നുമുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഒരുപാട് ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ട്, അവർ നല്ല അഭിപ്രായം പറയുന്നുണ്ട്, ഓരോ സംശയങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട്. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അവർക്ക് മറുപടി കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. പിന്നെ നെഗറ്റീവ് പറയുന്നവർ നെഗറ്റീവ് പറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് ആൾക്കാർ എന്നെ പറഞ്ഞു, മാങ്ങയുള്ള മാവിലല്ലേ കല്ലെറിയുള്ളൂ. അത് ശരിയാണ്, അതുകൊണ്ട് എനിക്കത് വിഷയമുള്ള കാര്യമല്ല. പക്ഷേ ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ അല്ലെങ്കിൽ മോശമായിട്ട് കമൻ്റ് അടിക്കുന്നവർ ഒരു കാര്യം ചിന്തിക്കണം. നിങ്ങൾ ഈ കമൻ്റ് അടിക്കുന്നവർ ഈ ഫീൽഡിലുള്ളവരോ അല്ലെങ്കിൽ ഈ ഫീൽഡിന് ഒരു കാര്യം അറിയാത്തവരോ ആയിരിക്കും ഈ ഡയലോഗുകളും കമൻറ്റും ഒക്കെ അടിക്കുന്നത്. പക്ഷേ ഒരു കണക്കൊക്കെ അവരെൻ്റെ വീഡിയോ ഫുള്ളായിരുന്നു കാണുന്നുമുണ്ട്, എന്നിട്ട് എന്തെങ്കിലും കമൻ്റ് അടിക്കുന്നുമുണ്ട്. അത് എനിക്ക് വിഷയമുള്ള കാര്യമല്ല. കാരണം നിങ്ങൾ അടിക്കുന്ന ഓരോ നെഗറ്റീവ് കമൻറ്റുമാണ് എനിക്ക് അടുത്ത വീഡിയോയിലോട്ട് ഇടാനുള്ള ഒരു പ്രചോദനം കിട്ടുന്നത്. അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ഫോർ യു. പിന്നെ രണ്ടാമത്, നമ്മളിപ്പോൾ ഈ തട്ട് നമ്മൾ സീലിംഗ് ചെയ്തിട്ട് നമ്മൾ ഈ സൈഡിൽ വരച്ച് വിടുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻറ്റിന് ഒരേ നിർബന്ധം, ഹാളിൽ
ഒരു ഡിസൈൻ വർക്ക് വേണം, അതായത് ഒരു ബോർഡറും അങ്ങനെ ചെറിയ ഡിസൈൻ വർക്ക് വേണം എന്നുള്ള ഒരു ഇത്. കാരണം താഴത്തെ തട്ടിൻ്റെ ഹൈറ്റ് കുറവാണ്, അതുകൊണ്ട് അവർക്ക് ഒരു ബോർഡറും അതിനകത്തൊരു വശവും കൊടുത്ത് ഒരു ഇത് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇതിങ്ങനെ വരച്ച് വിടുന്നത്. കാരണം ഇങ്ങനെ വരച്ച് വിട്ടാൽ മാത്രമേ നമുക്ക് അടുത്ത അതിൻ്റെ ബോർഡർ കൊടുക്കുമ്പോൾ അതിൽ സിമൻറ്റ് പിടിക്കത്തുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ തട്ട് ഒരു തേപ്പാണ് തേച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരു തേപ്പും കൂടി ഉണ്ട്, എന്നാൽ മാത്രമേ അത് നല്ല രീതിയിൽ ഫിനിഷിംഗ് ആവുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ സിറ്റ് ഔട്ടിൽ കയറി. അപ്പോൾ ഈ സിറ്റ് ഔട്ടിൽ ചാന്തടിക്കുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് കൂടും, പല ആൾക്കാർക്കും അതൊരു ബുദ്ധിമുട്ടാകുന്നത് കൊണ്ടാണ് ഞാൻ ലെങ്ത് കൂട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പം അവിടെ ഉണക്കില്ല, പരുവം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ അതിട്ടിട്ട് ഇപ്പം ഈ ഹോള് കണ്ടല്ലോ, ഇപ്പം രണ്ടാമത് നമ്മൾ തേച്ച് ഫിനിഷ് ചെയ്ത് കംപ്ലീറ്റ് നമ്മൾ തേച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് അടുത്ത ചെയ്യാൻ പോകുന്നത് ഈ ഒരു ബാത്റൂമിൻ്റെ തട്ടാണ്. അപ്പോൾ ഈ ഒരു ബാത്റൂമിൻ്റെ തട്ടും കൂടി നമ്മൾ തേച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ വീട്ടിലെ സീലിങ്ങിൻ്റെ വർക്ക് കംപ്ലീറ്റും ഫിനിഷിങ് ആവും. അതിനുവേണ്ടിയാണ് നമ്മളിപ്പം ആ ഒരു ബാത്റൂമിൻ്റെ തട്ടും കൂടി തേക്കാമെന്ന് വിചാരിച്ചത്. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോഴുള്ള ഉപയോഗം കേട്ടോ, നമുക്ക് വർക്ക് സ്പീഡിൽ, നിങ്ങൾ അറിഞ്ഞൂടാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് അത് എത്രത്തോളം ഈസിയാണ്, എത്രത്തോളം എളുപ്പമാണെന്ന് നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾക്ക് അത് ചെയ്തപ്പോൾ നല്ല എളുപ്പമായിട്ട് തോന്നി, നമ്മളെ ശരീരത്തിന് കുറച്ച് റെസ്റ്റും കിട്ടും. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ആ ഒരു ലെവലിന് ചെയ്തത്. ഇതിപ്പോൾ ഞങ്ങൾ ഈ ഒരു ഹോള് കംപ്ലീറ്റും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സിറ്റ് ഔട്ടും കംപ്ലീറ്റും ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അത് തേക്കാനുള്ളതെല്ലാം തേച്ച്, കരണ്ടിപ്പാടൊക്കെ ചെറിയ കരണ്ടിപ്പാടുകളൊക്കെ വരും. അത് ഇത്തിരി ഉണങ്ങിയിട്ട് ഒന്നും കൂടി തേക്കുമ്പോൾ ആ കരണ്ടിപ്പാട് അങ്ങ് മാറും. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഇത്രയും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വീട് വെക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ പണിക്കാരെ കൊണ്ട് ടച്ചിനാണ് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ റേറ്റ് എടുത്ത് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമായിരിക്കും വർക്ക്. കാരണം വിചാരിക്കുന്നേക്കാളും ഈസി ആയിട്ട് വർക്ക് നടക്കും. ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഞങ്ങൾ കിച്ചണിലെ ആ ഒരു തട്ട്, അതും ബാത്റൂമിലെ തട്ടും നമ്മൾ പ്ലാസ്റ്റർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക.